ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഉസ്താദ് പറഞ്ഞ വാക്ക് കഴിച്ചു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പറ്റ വാക്കേ ഉള്ളൂ. എനിക്ക് ടെൻഷൻ ആയതറിയോ, നിങ്ങൾ അഥവാ എന്നെ കാണുന്നില്ല ഭക്ഷണം കഴിക്കുവോ? ഇന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ നാം ധാരാളമായി കാണുന്നത് ട്രാവലിംഗുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ട്രാവലിംഗ് വ്ലോഗാണ്. അതിൽ തന്നെ വ്യത്യസ്തമായി വാൻ ലൈഫ് എന്ന രീതിയിലേക്ക് നമ്മുടെ യാത്രയെ മാറ്റിത്തിരിച്ച രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനലിൽ ധാരാളം വ്യത്യസ്തമായ വീഡിയോകൾ വരുമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു വലിയ നിലയിലേക്ക് എത്തിയ വലിയ രണ്ട് യൂട്യൂബേഴ്സാണ് എന്റെ ഒപ്പം ഇരിക്കുന്നത്. ഇവരെ കണ്ടുമുട്ടുക എന്നുള്ളത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാനൊരു ഉസ്താദാണ് എങ്കിലും ഇവരെ രണ്ടാളെയും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് 50 കിലോമീറ്ററോളം ദൂരം ഇവരെ കാണാൻ വേണ്ടി ഓടിയെത്തിയതാണ്. ഇവർ ഇത്രയും തിരക്കിട്ട സമയത്തിന്റെ ഇടയിൽ എന്നെ കാണാൻ വേണ്ടി ഇവർ സമയം ചെലവഴിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ല, ഇത്രയും വലിയ നിലയിലെത്തിയ നിങ്ങൾ എന്നെ പോലത്തെ ഒരു സാധുവായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഈ പെരുമാറ്റം, ഈ സംസാരമാണ് എന്നെ പോലത്തെ ആളുകളെ നിങ്ങൾ ആകർഷിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അറിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് വാൻ ലൈഫ് എന്നുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, സാധാരണയിൽ ട്രാവലിംഗ് ബ്ലോഗ് നടത്തുന്ന ആളുകളൊക്കെയും യാത്ര ചെയ്യും. യാത്രയുടെ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ അവരവിടെ ഫ്ലാറ്റുകളും റൂമുകളും അങ്ങനെ ഓരോരോ സ്പെഷ്യലൊക്കെ നോക്കിയാണ്ട് അവരെന്താക്കും, താമസം ഒരുക്കും. എന്നാൽ ഇവർ രണ്ടുപേരും തികച്ചും വ്യത്യസ്തരാണ്. ഇത് രണ്ടും ഏട്ടനും അനുജനുമാരാണ് രണ്ടാളും. ഇത് എബിൻ ചേട്ടനും ലിബിൻ ചേട്ടനും. ഇത് രണ്ടാളും ചേട്ടനെ വിളിക്കണമെന്നില്ല, കാരണം തടി കൊണ്ട് രണ്ടാളും ഉഷാറാണെങ്കിലും പ്രായം കൊണ്ട് ചെറുപ്പക്കാരാണ്. ഞാൻ കുറച്ച് പ്രായമുള്ള ആളാണ്, പക്ഷെ തടി കൊണ്ട് രണ്ടാളും ഉഷാറാണ്. അതെ, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, ഇതാണ് എല്ലാവരും ആകർഷിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഇവരുടെ ഈ വാഹനമാണ് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നത്. അതായത് 3 ലക്ഷത്തോളം വരുന്ന രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയെടുത്തത്. ഇതിന്റെ ഒരു റിവ്യൂ ഇൻഷാ അല്ലാഹ് ഞാൻ ജസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ഇവരൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ്. അതായത് ഇവർക്ക് ഉറങ്ങണമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കുക, അവിടെ തന്നെ റിലാക്സ്. കണ്ടങ്ങൾ ബാക്കിൽ ഒരു മുതലാളി കിടക്കുന്നുണ്ട്. അവർക്ക് കൂളർ ഉണ്ട്, എസിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കൂളർ ഉണ്ട്, അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട്. പറഞ്ഞോളൂ, നമ്മുടെ വണ്ടിയില് എന്തൊക്കെ സൗകര്യം. ആദ്യം തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തില്ല. എന്റെ പേര് പിന്നെ ഇതില് ഞങ്ങള് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വാൻ ലൈഫ് യാത്ര ചെയ്യുന്നവരാണ്. ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എവിടെ, അതായത് ഈ ഒരു വണ്ടിനെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ഒരു വീടായിട്ടാണ്. വീട്, അതെ, ഞങ്ങളുടെ ഒരു വീട്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന് ഏത് സ്ഥലത്ത് ഏത് കാലാവസ്ഥയിലോ നമുക്ക് ഇട്ട് താമസിക്കാം എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പൊ കോവിഡ് കാലഘട്ടമാണല്ലോ. കോവിഡ് കാലഘട്ടങ്ങളിൽ മറ്റ് യാത്രികർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോവിഡില് എന്നാ പറയാ, ഈ സമ്പർക്കമൊക്കെ ഈ ഓരോ കോണ്ടാക്റ്റിലൂടെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്രയാകുമ്പോൾ ആരായിട്ടും കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ വണ്ടിയിൽ തന്നെ ഭക്ഷണം വെക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. വണ്ടിയിൽ തന്നെ എന്നാ പറയാ, A to Z നമ്മുടെ വണ്ടിയിൽ. അതെ,
മീനിന്റെ ഇറച്ചിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് അതെ, അതായത് വണ്ടിയിൽ കൂളറുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, കൂളർ ഉണ്ട്, AC ഉണ്ട്, ഫാൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ AC ഒഴികെ എല്ലാം ഉണ്ട്, സോളാർ ഉണ്ട്, പിന്നെ AC കറണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ LCD സ്ക്രീനുകള്, സെൻസറുകള്, 24 ഫാനുകൾ, മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ഉണ്ട്. അത് ഇതാണ് സാധനം. അപ്പൊ A to Z അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ വണ്ടിയിലുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു സാധനം ഇല്ല. അതെ അതെ, ഇതെല്ലാം നമ്മുടെ ആശാനാണ്. അതാ പണികളൊക്കെ പണി തരുന്നത് ആശാനാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടി ഈ ഒരു ലെവലിലേക്ക് ആക്കി തന്നത് നമ്മുടെ ഐത്താശാനാണ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. നമ്മൾ ആദ്യം ഒരു വാൻ ലൈഫ് യാത്ര എന്ന് പറഞ്ഞ ആശയത്തോട് ഇറങ്ങിയാണ്, പക്ഷെ അത് പക്ക ഫെയിൽ ആയി പോയി. ആ സമയത്ത് താന്ന്, അതായത് നിർത്തി പോകേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആശാൻ സത്യം പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു, ഈ വണ്ടി ഈ ഒരു കണ്ടീഷൻ ഈ സെറ്റപ്പിലേക്ക് ആക്കിയെടുത്തത്. ഇതിന്റെ സീറ്റ് തന്നെ ഒരു എന്താ പറയുക, ലക്സുറി വാഹനത്തിന്റെ ലുക്കിലാണ്. ഓരോരുത്തരും നമുക്ക് തന്നതാണ് സ്പോൺസർഷിപ്പ്. വണ്ടി മൊത്തം ഒരു കാറച്ച് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ നമുക്ക് സ്പോൺസർ ചെയ്ത് വണ്ടിയിൽ A to Z എല്ലാം സ്പോൺസർഷിപ്പ്. അപ്പൊ ഈ കാണുന്ന സീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക ചൂടാകാത്ത ഇരുന്നാലും ചൂടാവും. അതായത് ഈ എന്താ പറയാ, ഇത് ഈ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി മാത്രം ടൈപ്പുള്ള ഒരു ലക്ഷറീസ് സാധനമാണ്. പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് ഇത്. പിന്നെ A to Z എല്ലാ സംഭവം ഉണ്ട്, സാനിറ്റൈസർ വരെ വണ്ടിയില് കോവിഡ് കാലഘട്ടമായതുകൊണ്ട് 38 സാനിറ്റൈസർ അല്ലെ, അങ്ങനെ പല പല സംഭവങ്ങൾ A to Z. 35 അരി കിടപ്പുണ്ട്, എല്ലാ സിലിണ്ടർ എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഇത് ചൂട് വരാതിരിക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടർ പോലത്തെ സാധനങ്ങൾ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാണ്ടോ? അതായത് എന്തെങ്കിലും റൂൾസും കാര്യങ്ങളുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ യാത്രികർക്ക് അല്ലെങ്കിൽ ഈ ലോറി അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ നിർമ്മിച്ചാണ് ഈ 5 കിലോ കുറ്റി, ഈ ചെറിയ കുറ്റി. അപ്പൊ അത് യാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഇതുവരെ കൊണ്ടുപോകുന്നതുകൊണ്ട് വിഷയമില്ല. ഞങ്ങൾ പലതും ട്രൈ ചെയ്താ, മണ്ണ സ്റ്റവ് മുതൽ എല്ലാം ട്രൈ ചെയ്താണ്, അതൊന്നും സക്സസ് അല്ല. ഇത് മാത്രമേ നടപടിയാവുന്ന കാര്യം. അപ്പൊ അതായത് നിങ്ങള് പരമാവധി കോവിഡ് കാലഘട്ടമായതുകൊണ്ട് മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അതോടുകൂടി എല്ലാവർക്കും ഒരു മാതൃക കാണിക്കുക എന്നുള്ളതാണ്. ലോകം കാണുക, ലക്ഷ്യം. എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ട്രാവലിംഗ് വീഡിയോ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ യാത്ര തുടങ്ങിയ ദിവസം ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ് ആണ് അല്ലെ? വെൽക്കം ടു കർണാടക. അതും നമ്മളെ കൂർഗ് എന്ന് പറയുന്ന കൂർഗിലിന് ഒരുപാട് സ്ഥലങ്ങൾ ഇവർ പോയിട്ടുണ്ട്, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോവാനുണ്ട്. അപ്പൊ ഇവരെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ എന്താണ് വാൻ ലൈഫ് ഇൻ ഇന്ത്യ എന്ന് അടിച്ചാൽ തന്നെ ഇവരെ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അതായത് ഏത് മനുഷ്യന്മാർക്കും പച്ചയായി അവതരിപ്പിച്ചു തരുന്ന ഒരു ജാടയോ അല്ലെങ്കിൽ ഒരു വലിയ വർത്താനം ഒന്നുമില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്. വളരെ ആർക്ക് കണ്ടാലും ഇവരെ ഡയറക്റ്റ് ഒന്ന് കാണണം തോന്നും. അതുകൊണ്ടാണ് ഒരു മഹലിന്റെ ഖത്തീബായ ഞാന് പോലും ഒരു നാടിനെ നിയന്ത്രിക്കുന്ന ആളാണ് ഞാന്. അങ്ങനത്തെ ഞാന് പോലും ഒരു ജാടയൊന്നും ഇല്ലാതെ ഇവരെ ഡയറക്റ്റ് കാണണം എന്നൊരു ആഗ്രഹം 50 കിലോമീറ്ററോളം ഓടിയെത്തിയതാണ്. അല്ല, ഇത്ര ഓടി വന്നത് 50 കിലോമീറ്റർ പാഞ്ഞ വന്നല്ലേ. അപ്പൊ അതിനുമ്പോ ഒരാളെ ഇവിടെ വിട്ട് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തി അത് പോയാലോ. അല്ല, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അതോടുകൂടി നിങ്ങളിവിടെ ഒറ്റപ്പെട്ട് വിഷമിക്കരുത് എന്നും എനിക്കുണ്ട്. അതായത് കൊടക് എന്ന് പറയുമ്പോൾ പൊതുവെ മലയാളികൾ കുറവാണ്. അതോടുകൂടി കർണാടക സ്റ്റേറ്റ് മാറിപ്പോയി. നിങ്ങൾക്ക് വേറെ ഇഷ്യൂവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മള് വിളിച്ചു കിട്ടാനായിട്ട് നമ്മുടെ സാറിനെ വിളിച്ച് കഷ്ടപ്പെട്ടു. അത് സത്യമാണ്. ഞാൻ ഇന്നലെ രാത്രി 2:30 മണിക്കാണ് നിങ്ങൾ കർണാടക ബോർഡർ എത്തി എന്നുള്ള വീഡിയോ കാണുന്നത്. അപ്പൊ ആ വീഡിയോ ഞാൻ കാണാൻ ലേറ്റ് ആയി പോയി. കാരണം ഞാൻ പറഞ്ഞില്ല മണാലി പോയി എന്നുള്ള ആ ഒരു വിഷയം കൊണ്ട് ഒരു വീഡിയോ ഒരു ദിവസം കാണാൻ ലേറ്റ് ആയി പോയത് കൊണ്ട് ഞാൻ നിൽക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് ഇവർ വന്നു. അതായത് വിരാജ്പേട്ട തൊട്ടടുത്ത് 1 കിലോമീറ്റർ പോയാൽ ഇവരെ കാണാൻ പറ്റും. എന്നിട്ട് പോലും അവരെ കാണാൻ കിട്ടിയില്ല. അത്രക്കും ബിസിയും തിരക്കുള്ള ആളുകളാണ്. പക്ഷെ പിറ്റേ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇവര് അവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ളത് പറഞ്ഞത്. അപ്പം തൊട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഇവരിട്ട വീടിന്റെ താഴെ കമന്റും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നൊക്കെ ഒരുപാട് കമന്റ് ഇട്ടു. പക്ഷെ ഇവര് തിരക്കാണ്, ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു ദിവസം എത്രയാണ് കമന്റ് ചെയ്യുന്നത് പറഞ്ഞത്? ഇഷ്ടംപോലെ വാട്സപ്പിലൊക്കെ 5000-ത്തിലധികം. ചിന്തിച്ചു നോക്ക്, വാട്സപ്പിൽ 5000-ത്തിലധികം മെസ്സേജുകൾ ഒരു ദിവസം വരുന്ന പറഞ്ഞത്. കണ്ടുപിട്ടോലെ. അപ്പൊ നമ്മളെ സാധാരണക്കാർക്ക് ഇവർക്ക് റിപ്ലൈ തരാൻ എന്തായാലും പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇവരെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവിടെ താഴെ മാസ്റ്ററിന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം മാഷുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ മാഷുമായി ബന്ധപ്പെട്ട് നമുക്കത് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും മാഷ് അവിടെ നിന്ന് റിപ്ലൈ തന്നിട്ട് അതെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതെ ഇവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇവരെ കാണുന്നുണ്ടെങ്കിൽ മാഷിനെ കോൺടാക്ട് ചെയ്യാം. അതെ, മാഷിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പറ്റും. എനിക്ക് കോൺടാക്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോ പിടിക്കുന്ന അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പൊ ഓരോരുത്തരൊക്കെ പല പ്രതീക്ഷയോടൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പൊ റിപ്ലൈ കൊടുത്തില്ലേ അല്ലെ, ശരിയല്ല. അപ്പൊ മാഷാകുമ്പോ ഇവരെ
ഇപ്പൊ നിങ്ങളെ ഞാൻ വലിയൊരു പോപ്പുലർ ആയിട്ട് കാണുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ നമുക്കൊരു റിപ്ലൈ തന്നിട്ടില്ല, അതൊരു മാനസികമായിട്ട് വിഷമമായിട്ടാണ്. അപ്പൊ അതിന് ഞാൻ ചിന്തിച്ച ഏറ്റവും ബെറ്റർ തന്നെയാണ്. അപ്പൊ മാഷാകുമ്പോ കറക്റ്റ് അതിന്റെ കാര്യത്തിൽ ഡീൽ ചെയ്തു. വിദ്യാഭ്യാസം അല്ല ഇവിടെ, ബുദ്ധിയും അവരുടെ വർക്കുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ രീതിയിൽ എത്തിയത്. കേട്ടോ, ഇവരുണ്ട് ഒരു പ്രത്യേകമായ ഡ്രസ് കോഡും. നിങ്ങൾ ആ മുടി പറിച്ച വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അല്ലെ, ആശാൻ പിടിച്ച് മുട്ടയെടുപ്പിച്ചു. അതെ, അതിലൊക്കെ നിങ്ങൾ ആ ഒരു പെരുമാറ്റം അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അതായത് നമ്മളെ പോലത്തെ ആളുകളാണെങ്കിൽ എതിർത്ത് കളയും. അതെ, പക്ഷെ നിങ്ങൾ അവിടെയും ക്ഷമ വിടാതെ നിങ്ങളെ ആശാനെ മുറുകെ പിടിച്ചു. അപ്പൊ നിങ്ങൾ എത്ര നല്ല മനുഷ്യന്മാരാണെന്നുള്ളത് ഞങ്ങളില്ല. നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അല്ല, അതൊക്കെയാണ് നമ്മളെ വല്ലാതെ ആകർഷിച്ചത് കേട്ടോ. അതായത് ഇത്രയും ഒരു പക്വതയുള്ള രണ്ട് മനുഷ്യന്മാരെ പിടിച്ചിട്ട് മൊട്ടടിക്കുമ്പോ നിങ്ങളത് പ്രതികരിക്കുന്നില്ല, നിങ്ങൾ തമാശയായിട്ട് കാണുന്നുണ്ട്. അതാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. ആ ഒരു സ്ഥാനത്ത് ഉണ്ടായിട്ട് നിങ്ങളെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളത് എതിർക്കുന്നില്ല. അപ്പൊ എത്രമാത്രം നിങ്ങൾ മറ്റുള്ള ആളുകളെ, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതുകൊണ്ടും നിങ്ങൾ ഈ ഒരു യാത്രക്ക് പിന്നെ അർഹരാണ്. മറ്റുള്ളവർക്ക് എല്ലാ മെസ്സേജുകളും എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ആളുകളാണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് പിടിച്ച് നിങ്ങളിവിടെ ഞാൻ കാണാനും ഇതിനൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്നെ കാത്തുന്നതിന് വളരെയധികം ഞാൻ നന്ദി അപ്പൊ ഞങ്ങൾ നന്ദി ഇത്ര സമയം ഇത്ര ഇതൊക്കെ ഉള്ള ഒരു വലിയൊരു മനുഷ്യൻ ഞാനതിനെ കാണാൻ നമ്മളെ ഈ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ഈ ഫീൽഡിലാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതിലെ ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടാളും. അപ്പൊ ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് നമ്മൾ തരണം. അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും നേരം കാത്തുനിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവൂല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്ഷമിക്കണം എന്ന് കൂടി പറയുന്നു. അതോടുകൂടി നമ്മളെ സബ്സ്ക്രൈബർമാരോട് പറയാനുള്ളത്, വളരെ കൗണ്ട് കുറഞ്ഞ സബ്സ്ക്രൈബറാണ് നമ്മളത്, എങ്കിലും ഭാവിയിൽ അത് വലിയ ഉന്നതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, എത്താൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവരെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടാൽ ഇവർ ആരാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. ഒരു പക്ഷെ ഞാൻ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളെക്കായി മുമ്പ് ഇവരെ ഡയറക്റ്റ് കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഇനി വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി സിമ്പിളായി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കൊച്ചു സബ്സ്ക്രൈബർമാർ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ചോദിച്ചാൽ പറയാന്നല്ലാതെ അല്ലാതെ പറയുന്നത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സത്യമായ കാര്യങ്ങളാണ് നമ്മൾ അന്നന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ. എന്നാലും നിങ്ങൾ ഇന്ത്യ മൊത്തം കറങ്ങാൻ വേണ്ടി തീരുമാനിച്ച ആളുകളാണല്ലോ. അതെ. അപ്പോ
പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ആശയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു എന്താ പറയാ ലക്ഷങ്ങൾ മുടക്കി വീട് വെച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്ത് എല്ലാം ഉണ്ടാക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മള് ഉള്ള പൈസക്ക് ഇങ്ങനെ ഒരു വണ്ടി തട്ടിക്കൂട്ടുക, ലോകം കാണുക, അറിവുകൾ സമ്പാദിക്കുക, മക്കളെ സഹായിക്കുക, എത്തിച്ചു കൊടുക്കുക. അതെ, നമ്മള് മുഖേന ഒരാള് രക്ഷപ്പെടുവാണ് രക്ഷപ്പെട്ടു. അതൊക്കെയാണ് ഞങ്ങളുടെ ചിന്താഗതി. പിന്നെ ഇതേപോലെ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഉസ്താദിനെ കണ്ടു, ഉസ്താദിനോട് സംസാരിക്കാൻ കുറെ നോളജ് കിട്ടും. അതുപോലെ നമ്മൾ ഓരോ ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു, അറിവുകൾ സമ്പാദിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും. അല്ല, എന്നാലും നിങ്ങൾ ആശംസിക്കണം. കാരണം ഇത്ര ഒരു വലിയൊരു ട്രിപ്പ് നിങ്ങൾ പിന്നെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലങ്ങളൊക്കെ ഉസ്താദ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ പക്ക ഫെയിൽ ആയിരുന്നു പരിപാടി. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഉയരങ്ങളിലേക്ക് എത്തിയത്. പിന്നീട് നമ്മള് പോയ സമയത്ത് നമ്മൾ വിട്ടില്ല, പിടിച്ച് അതെ. അങ്ങനെയാണ്. അതായത് പണ്ട് ഒരു രാജാവിന്റെ കഥ ഉണ്ടായിരുന്നു. ആ രാജാവിനെ അവിടുത്തെ അണികൾ എന്താക്കി രാജാവിനെ തോൽപ്പിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു, അണികളെ പേടിച്ചിട്ട് മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. ആ സമയത്ത് മാളത്തിൽ ഇരിക്കുമ്പോ ഒരു 8 കാലി, മനസ്സിലായല്ലോ, സ്പൈഡർമാൻ. ആ സ്പൈഡർമാൻ ഇങ്ങനെ വല കിട്ടാന്നാ പറയുന്നത്. വല കെട്ടുന്നു, താഴെ പോകുന്നു, വല കെട്ടുന്നു, താഴെ പോകുന്നു. അങ്ങനെ അപ്പൊ ഈ രാജാവ് ഇങ്ങനെ നോക്കിക്കാണ്. അങ്ങനെ മണിക്കൂറോളം സമയം എടുത്തതിന്റെ ശേഷം ഈ 8 കാലി ശരിക്കും സ്പൈഡറിന്റെ വല. അപ്പൊ വിഷയത്തിലേക്ക് എത്തുന്നത്, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് സ്പൈഡർ ഒരു വല ഉണ്ടാക്കി. അതോടുകൂടി ആ രാജാവ് ഒരു പാഠം പഠിച്ചത്, തളർന്നു പോയാലും പരിശ്രമിച്ചാൽ വിജയമുണ്ട് എന്ന്. എന്നതുപോലെ വിഷയത്തിലേക്ക് വരാതെ. അപ്പൊ ഇവര് ആദ്യം ഒരു വണ്ടി എടുത്തിരുന്നു. അതിന്റെ പേരെന്തോന്നു, തങ്കപ്പൻ എന്ന പേരിലായിരുന്നു അവർ ആ വണ്ടി ഉണ്ടായിരുന്നത്. അത് എന്തോ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഓടി ആ വണ്ടി പണി കൊടുത്തവർക്ക് അതിന് അണ്ണന്മാർക്ക് തൂക്കി വിറ്റിട്ടാ പറഞ്ഞത്. അത് 30,000 രൂപക്ക്. അത് ഉണ്ടല്ലേ? അത് ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. ആ കഥകളൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അതിൽ നിന്നെല്ലാം കഷ്ടപ്പെട്ട് വിജയിച്ച് നേടിയെടുത്തിട്ടാണ് ഇവർ ഈ ഒരു വണ്ടിനെ ഇങ്ങനെയും ഒരു വീടെന്നല്ല, ഒരു ലക്സുറി ടൈപ്പ് മോഡലാക്കി എടുത്തത്. ഇതിനൊരു പേരും കൊടുത്തു. അതാണ് നെപ്പോളിയൻ. ഈ ഒരു വാഹനത്തിന്റെ പേര് ഞങ്ങൾ നെപ്പോളിയൻ. ഇല്ല, നെപ്പോളിയൻ എന്നുള്ള പേര് കൊടുത്തു. അപ്പൊ ഈ പരാജയത്തിനുള്ള പേര് വെച്ചെന്ന് വെച്ചാല് എന്തായാലും സ്കൂളിലായിക്കോട്ടെ എവിടെയാണേലും എല്ലാരും വിജയിച്ച ആൾക്കാരെ കുറിച്ച് പറയുള്ളൂ. തോറ്റ ആൾക്കാരെ കുറിച്ച് എവിടെയും പറയുന്നില്ല, ആരും പറയുന്നില്ല. അപ്പൊ ആ തോറ്റ ആളുടെ എന്താണ് ആ വീക്ക് പോയിന്റ് നമുക്ക് കണ്ടുപിടിച്ച ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അതാരും പറയുന്നില്ല. അതാണ് ഞങ്ങൾ നെപ്പോളിയൻ എന്നൊരു പേരിട്ടത്. അതെ. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഒരു സ്മരണയായി മറ്റുള്ള പരാജയപ്പെടുന്ന ആളുകൾക്ക് ഓർക്കാനൊരു നിങ്ങൾ വീഡിയോ ആയി, ഒരു കാരണമായി. അപ്പൊ എല്ലാവിധ ആശംസകളും എന്റെ വകയും എന്റെ ഒരു ചെറിയ SR മീഡിയ എന്ന് പറയുന്ന യൂട്യൂബിന്റെ വകയായിട്ടും വലിയൊരു ചാനൽ ചെറിയ ഈ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ വകയായിട്ട് എല്ലാവിധ ആശംസകളും ഇവർക്ക് നേറുകയാണ്. ഇവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന കാലങ്ങളിൽ, അതായത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇവരുള്ളത് ഇരുട്ടിയില്. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാനായിട്ട് ഒരു ദിവസം വലിയൊരു സമ്മാനമായിട്ട് തീർച്ചയായിട്ടും ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും നേരലോടുകൂടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളൊരു അടിപൊളി ഇൻട്രോ പറയുന്നുണ്ടല്ലോ, അത് നമ്മള് പിന്നെ ഇവർക്ക് വേണ്ടി ഒന്ന് പറയോ? അത് പിന്നെ വല്ല ആകർഷിച്ച ഒരു വിഷയമാണ്. അത് നമുക്ക് കേട്ടു നോക്കാം. ഇവരെ വീഡിയോയുടെ ഇൻട്രോ ആണ്, അത് നമുക്ക് കേട്ടു നോക്കാം. തീർച്ചയായും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇവരെ വീഡിയോയുടെ തുടക്കത്തിൽ. ഇത് എല്ലാവരും ആകർഷിക്കുന്നതാണ്. വല്ലാതെ ഇതുവരെ ആരും കാണിക്കാതെ ഒരു ഇൻട്രോ ആണല്ലേ, അത് വല്ലാതെ ഇഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ അത് എടുപ്പിച്ചത്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരലോടുകൂടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതിനേക്കാളും നല്ല വ്യത്യസ്തമായ അടിപൊളി കാഴ്ചകളും വീഡിയോസുകളും വ്ളോഗുകളും മറ്റേ തുടങ്ങിയ എല്ലാ കാഴ്ചകളുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി.